ആദ്യമായി XY എന്നൊരു വര വരയ്ക്കാം. ഈ വരയിൽ ACEG എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്താം. AC സമം CE സമം EG ആയിരിക്കണം. ഈ ബിന്ദുക്കളിൽ കൂടി XY എന്ന വരയ്ക്ക് ലംബമായി AB, CD, EF, GH എന്നീ വരകൾ വരയ്ക്കാം. ഈ വരകൾ തമ്മിലുള്ള അകലം തുല്യമാണല്ലോ. ഇതുപോലെ ഇനിയും ധാരാളം വരകൾ വരയ്ക്കാം. ഈ വരകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വരകളുടെ മുകളിലത്തെ അഗ്രബിന്ദുക്കളെല്ലാം ഒരേ വരയിലാണ്. ഇനി ഈ വരകളുടെ നീളങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ബിയിൽ നിന്നും സിഡിയിലേക്ക് BP എന്ന ലംബം വരയ്ക്കാം. അതുപോലെ DQ, FR എന്നീ ലംബങ്ങളും വരയ്ക്കാം. ഇപ്പോൾ ചിത്രത്തിൽ BPD, DQF, FRH എന്നീ മട്ടത്രികോണങ്ങൾ കാണാം. എന്താണ് ഈ ത്രികോണങ്ങളുടെ പ്രത്യേകത? AC സമം CE ആണല്ലോ. അതിനാൽ BP സമം DQ ആകും. AB, CD, EF എന്നിവ സമാന്തരങ്ങളായതിനാൽ BP, DQ എന്നിവ സമാന്തരങ്ങളാകും. അതിനാൽ കോൺ PBD സമം കോൺ QDF, കോൺ BPD സമം കോൺ DQF. അപ്പോൾ ത്രികോണം BPD, ത്രികോണം DQF എന്നിവ സർവസമ മട്ടത്രികോണങ്ങളാണെന്ന് കാണാം. ത്രികോണം BPD ഏകദേശ സമം ത്രികോണം DQF. ഇതിൽ നിന്നും PD സമം QF ആണെന്ന് വ്യക്തമാകും. അതായത് CD ന്യൂനം AB സമം EF ന്യൂനം CD ആണെന്ന് കാണാം. അതായത് AB, CD, EF എന്നീ നീളങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് അർത്ഥം. ഇതുപോലെ തുടർന്ന് വരയ്ക്കുന്ന വരകളും ഇതേ സമാന്തര ശ്രേണിയിലായിരിക്കും. ഇനി ഈ ലംബ വരകളെ ഒരേപോലെ ചരിച്ചാലോ? ഇപ്പോഴും AB, CD, EF, GH എന്നീ വരകൾ സമാന്തരങ്ങളാണ്. അപ്പോൾ BP, DQ, FR എന്നീ വരകൾ CD, EF, GH എന്നീ വരകൾക്ക് ലംബങ്ങൾ അല്ലാതാകും. പക്ഷേ ത്രികോണം BPD, ത്രികോണം DQF, ത്രികോണം FRH എന്നീ ത്രികോണങ്ങൾ അപ്പോൾ സർവസമങ്ങൾ തന്നെ ആയിരിക്കും. അതായത് PD സമം QF സമം RH ആയിരിക്കും. അതായത് CD ന്യൂനം AB സമം EF ന്യൂനം CD സമം GH ന്യൂനം EF. ഇതിൽ നിന്നും AB, CD, EF, GH എന്നീ നീളങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് കാണാം. അതായത് ഒരു വരയിൽ ഒരേ അകലത്തിൽ വരയ്ക്കുന്ന സമാന്തര വരകളുടെ അഗ്രങ്ങൾ മറ്റൊരു വരയിലാണെങ്കിൽ ഈ വരകളുടെ നീളങ്ങൾ സമാന്തര ശ്രേണിയിലായിരിക്കും. ഈ വരകളുടെ നീളങ്ങളെല്ലാം ഒരേ അളവിൽ കൂട്ടിയാലോ? ABയുടെ നീളം ഒരു നിശ്ചിത അളവ് BI കൂട്ടി AI ആക്കി. അതുപോലെ CDയുടെ നീളം ഇതേ അളവിൽ കൂട്ടി CJയും EFനെ EKയും ഒക്കെ ആക്കി മാറ്റുന്നു. അപ്പോൾ I, J, K, L എന്നീ ബിന്ദുക്കൾ മറ്റൊരു വരയിലാകുന്നു. ഇതിനർത്ഥം ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ കൂടെ ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയാൽ മറ്റൊരു സമാന്തര ശ്രേണി കിട്ടും.